ഇന്നിവിടെ മുഴുവൻ പാറയായിരുന്നു. ഈ പാറ മുഴുവൻ പോയിട്ടാണ് ഇങ്ങനെ ഇവിടെ ഈ ഹാള് പോലെ ആക്കി എടുത്തിരിക്കുന്നത്. കൊണ്ട് എത്ര തൂണുകളാണ്. ഈ തൂണിൻ്റെ ഇടഭാഗത്തുണ്ടായിരുന്ന പാറകളെല്ലാം നീക്കം ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഈ നിർമ്മിച്ചെടുത്തിരിക്കുന്ന മുറി പോലെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. മഹാരാഷ്ട്രയിലെ എല്ലോറയിലെ 15-ാം നമ്പർ ഗുഹയായ ദശാവതാര ഗുഹയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഗുഹയുടെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇത് കണ്ടോ, നമ്മൾ മുന്നോട്ട് വരുമ്പം കാണുന്ന കാഴ്ച കണ്ടോ. നമ്മളിപ്പോഴൊക്കെ കാണുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പോലെ 2 നിലയിലുള്ള ഒരു ബിൽഡിംഗാണ് കാണുന്നത്. ഇത് ശരിക്കും മുഴുവൻ പാറ കൊണ്ട് നിർമ്മിച്ചതാണ്. പാറ ഇവിടെ കണ്ടോ, ആ മുകളിലത്തെ ഭാഗം കണ്ടോ, ആ കാണുന്നത് പോലെ ഈ താഴെ ഭാഗത്തും പാറയായിരുന്നു. ആ പാറ കുത്തിയെടുത്ത് മാറ്റി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്ന ഈ 2 നിലയിലായിട്ട് കാണുന്ന വലിയ കെട്ടിടം. ഈ കാണുന്ന ഈ ഗുഹ മുഴുവൻ അറിയപ്പെടുന്നത് ദശാവതാര ഗുഹ എന്നാണ് അറിയപ്പെടുന്നത്. ദശാവതാരങ്ങളുടെയും ശില്പങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ കുത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഇനി ഈ ഗുഹയ്ക്കുള്ളിലോട്ട് കയറി ഈ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം പാറകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് നമ്മളിങ്ങനെ അകത്തോട്ട് കയറുമ്പോഴത്തേനും കാണുന്നത് ഇങ്ങനെ പല നമ്മളിപ്പോൾ കാണുന്ന കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കണ്ടോ, ഈ തൂണുകളൊക്കെ ഇത് കണ്ടോ, ഇത് കല്ലാണിത്, മുഴുവൻ പൂർണ്ണമായിട്ട് കല്ലാണ്. ഇത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പില്ലർ അല്ലിത്. ഇത് ഇവിടുത്തെ ഉണ്ടായിരുന്ന ബാക്കി കല്ലുകൾ നീക്കം ചെയ്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ എത്ര പല കമ്പാർട്ട്മെൻറ്റുകളായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് കാണാം. ഇതിന് മുകളിലോട്ട് പോകാനായിട്ടുള്ള സ്റ്റെയർ കേസൊക്കെയാണ് അവിടെ കാണുന്നത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ ഓരോ ഹാളുകളാണ്. ഇവിടെ വേറെ വിഗ്രഹങ്ങളും ഒന്നുമില്ല, ഇത് ഓരോ ഹാളാണ്. ഈ ഹാളിനുള്ളിൽ ഇത് കണ്ടോ, ഇവിടെ വേറെ വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പണ്ട് കാലത്ത് ഈ സന്യാസിമാർക്കൊക്കെ താമസിക്കാനായിട്ടും ഒക്കെ ഉണ്ടായിരുന്ന അങ്ങനെ ഉള്ള താമസിക്കാനായിട്ടുള്ള റൂമുകളൊക്കെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. കണ്ടോ, ഇവിടെ ആ രീതിയിലുള്ള റൂമുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ആ രീതിയിലുള്ള റൂമുകളാണ്. എന്ത് വിസ്താരത്തിലാണെന്ന് കണ്ടോ ഇതുണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഈ പില്ലറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ കോൺക്രീറ്റ് പില്ലറുകൾ പോലെ തന്നെ തോന്നുന്നതാണ്. അപ്പോൾ ഇവിടെയും ഇങ്ങനെ ഒരു ഹാളാണ്. ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിലുള്ള ഒരു ഹാള് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇത് കണ്ടോ, നല്ല വലുപ്പത്തിലുള്ള ഒരു ഹാളാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഹാളാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരെണ്ണത്തിൻ്റെ മാത്രം അകത്ത് കയറി നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ല തണുപ്പാണ് ഇതിനകത്ത്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ മുൾഭാഗമൊക്കെ ഇതിൻ്റെ കല്ലാണ്. നമ്മളങ്ങനെ ഈ 1-ാം നിലയിലെ കാഴ്ചകൾ കണ്ടു. ഇതിൻ്റെ മുകളിൽ വേറെ ഒരു നിലയും കൂടെ ഉണ്ട്. അവിടെയാണ് ഈ ദശാവതാരങ്ങളെയൊക്കെ കുത്തിവെച്ചിരിക്കുന്നത്. നമുക്കിനി അതിൻ്റെ കാഴ്ച കാണാനായിട്ട് മുകളിലോട്ട് കയറിപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഈ ഗുഹയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് കേവ് 15, ഗുഹ നമ്പർ 15, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അറിയപ്പെടുന്ന ദശാവതാര ഗുഹ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മളിനി ഈ ദശാവതാര ഗുഹയുടെ 2-ാമത്തെ നിലയിലോട്ട് കയറി പോകാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഉണ്ടോ. ഈ സ്റ്റെയർ കേസൊക്കെ പൂർണ്ണമായിട്ട് കല്ലുകൊണ്ടാണ്. അതായത് ഇവിടെ ഞാൻ എപ്പോഴും ഇത് പറയുന്നത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, ഈ ഭാഗമൊക്കെ കല്ലായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഈ സ്റ്റെയർ കേസുകൾ പണിത് ഈ കല്ല് ബാക്കി ഉണ്ടായിരുന്ന കല്ല് ഇവിടെ നീക്കം ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് അത് വെച്ചിരിക്കുന്നതെന്ന്. നമ്മൾ ഈ ദശാവതാര ഗുഹയുടെ 2-ാമത്തെ ഇതിലോട്ട് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് 2 സൈഡിൽ ഇങ്ങനെ 2 ദ്വാരപാലകരെയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് ഇവിടോട്ട് വരുമ്പം ഇവിടെ നമുക്ക് കാണുന്നത് ശിവഭഗവാന്റെ വളരെ വലിയൊരു വിഗ്രഹമാണ് കാണുന്നത്. ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ശിവഭഗവാന് അന്തകാസുരനെ വധിക്കുന്ന രീതിയിലുള്ള ഒരു ശില്പമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ശിവഭഗവാന്റെ ഈ നടരാജ വിഗ്രഹമാണ്. നടരാജ ശിവൻ ഭഗവാൻ ഡാൻസ് കളിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ അടുത്തായിട്ട് ഇവിടെ കാണുന്നത് ഈ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും പാർവതി, ശിവഭഗവാനാണ്, ഇത് പാർവതി ദേവിയാണ്. ഇവർ ഇങ്ങനെ ഈ ചെസ്സ് കളിക്കുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ ശിവപാർവതി വിവാഹമാണ് കാണുന്നത്. എനിക്ക് പക്ഷെങ്കിൽ ഞാനിവിടെ ആദ്യം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇത് അന്നപൂർണയുടെ ഒരു ഇതാണ്. ദേവി ശിവഭഗവാന് അന്നം കൊടുക്കുന്ന രീതിയിൽ അന്നപൂർണ ദേവിയുടെ ആ രീതിയിലുള്ളൊരു വിഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടുത്തെ ഒരു ജീവനക്കാരനാണ് പറഞ്ഞു തന്നത് ഇത് ശിവനും പാർവതിയും കൂടെ വിവാഹം കഴിക്കുന്ന രീതിയിലാണ്. പക്ഷേ ഇവിടെ വിവാഹം കഴിക്കുന്ന രീതിയിലല്ല. എനിക്കിപ്പോഴും തോന്നുന്നത് ഇങ്ങനെ പാർവതി ദേവിയുടെ കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ശിവഭഗവാന്റെ കൈ താഴെയായിട്ടാണ് ഇരിക്കുന്നത്, 2 കൈ ഇങ്ങനെ തുറന്നിരിക്കുന്നതാണ്. എനിക്കിപ്പോഴും തോന്നുന്നത് ഇത് അന്നപൂർണ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരാൾ പറഞ്ഞു തന്നത് ഇത് വിവാഹമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ അടുത്തതായിട്ട് നമുക്ക് ഇവിടെയും ശിവൻ്റെയും പാർവതിയുടെയും വിഗ്രഹം തന്നെയാണ് കാണുന്നത്. ഇവിടെ ഇത് ശിവഭഗവാന് യുദ്ധം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹമാണെന്നാണ് പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ കാണുന്നതാണ് ഗർഭഗൃഹം. ഇവിടെയായിട്ട് നമുക്ക് ഇത് കണ്ടോ, വളരെ വലിയൊരു ഗണേശ ഭഗവാന്റെ ഒരു വിഗ്രഹം കാണാം.
ഇതുണ്ട്, വളരെ വലുപ്പത്തിലൊരു ഗണേശ ഭഗവാന്റെ ഒരു ശില്പമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഏകദേശം 2 ആൾ വലുപ്പം, 2 അല്ല 2 ആളിൽ കൂടുതൽ വലുപ്പമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്നത് ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയുടെ ഒരു വിഗ്രഹമാണ്. താമരയിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹമാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇവിടെ വളരെ വലുപ്പത്തിലുള്ള ഒരു ശിവലിംഗമാണ് കാണുന്നത്. ഇതുകൊണ്ട് വളരെ വലുപ്പത്തിലുള്ള ഒരു ശിവലിംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പൂജകളൊന്നും നടക്കുന്നതല്ല. എന്തായാലും ഇവിടെ കൂളത്തലയൊക്കെ വെച്ചിട്ടുണ്ടാരോ രാവിലെ കൊണ്ടുവന്ന് ജലാഭിഷേകമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ശ്രീകോവിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ വളരെ വലിയ 2 ദ്വാരപാലകന്മാരുടെ ഇതും കാണുന്നുണ്ടോ, എന്നാ വലുപ്പമാണ് കണ്ടോ. അവിടെ അത് കണ്ടോ, ദ്വാരപാലകൻ്റെ ഒരു ശില്പം കണ്ടോ. അപ്പോൾ ഇവിടെ ഈ കാണുന്നതും ഇതും ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ ഒരു താമരപ്പൂവിലെ ലക്ഷ്മി ഇരിക്കുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇവിടെ ഈ കാണുന്നത് മുരുകൻ്റെ ഒരു വിഗ്രഹമാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇതൊരു വേല് കാണാം. അതുപോലെ തന്നെ ഇത് ഒരു മയിൽ ആയിട്ടാണ് തോന്നുന്നത് കണ്ടോ. അപ്പോൾ ഇത് മുരുകൻ്റെ വിഗ്രഹമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ മുരുകൻ്റെ ഒരു വിഗ്രഹം ഇവിടെ കാണുന്നത്. ഇതുകൊണ്ട് ഇവിടെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വളരെ വലിപ്പത്തിലുള്ള ഒരു ശിവലിംഗമാണ്. ഈ ശിവലിംഗത്തിൻ്റെ ഇത് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഈ ഒരു സൈഡിൽ നിൽക്കുന്നത് ബ്രഹ്മാവാണ്. ഇത് കണ്ട് ബ്രഹ്മാവ്, 4 തലയുള്ള ബ്രഹ്മാവ്. ഇവിടെ നിൽക്കുന്നത് വിഷ്ണു ഭഗവാനാണ്. ഇവിടെ ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാകും. ഇത് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മുന്നിൽ ശിവഭഗവാന് ലിംഗരൂപത്തിൽ, തേജോ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ശിവഭഗവാനാണ് കാണിക്കുന്നത്. ഇത് ശിവലിംഗമാണ്. അപ്പം നമുക്കറിയാം തിരുവണ്ണാമലയിലൊക്കെ കഥ നമുക്കറിയാം. ഇങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും കൂടെ ആരാണ് വലുതെന്നുള്ളൊരു മത്സരവും, ആ മത്സരത്തിൽ ഇങ്ങനെ 2 പേരും തമ്മിൽ മത്സരിക്കുമ്പോഴത്തേനും ശിവഭഗവാൻ ഇവരുടെ മുന്നിൽ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു കഥാസന്ദർഭമാണ് നമുക്കിവിടെ ഈ വളരെ വലിയ ശില്പമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തായിട്ട് ഈ കാണുന്നതും ശിവഭഗവാനാണെന്നാണ് പറഞ്ഞത്. ശിവനിങ്ങനെ കയ്യിൽ അമ്പും വില്ലുമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശിവഭഗവാൻ ഒരു രഥത്തിലാണ് നിൽക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ 3-4 കുതിരകളുണ്ട്. ഇങ്ങനെ രഥത്തിൽ ശിവഭഗവാൻ യുദ്ധം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒരു വളരെ വലിയൊരു വിഗ്രഹമാണ്. ഇവിടെ ശംഖ് കാണാം, ശംഖ് ചക്രം ഒക്കെ കാണാം. അപ്പം അത് മഹാവിഷ്ണു തന്നെയാണ്. അടുത്തത് ഇവിടെയായിട്ട് കാണുന്നത് ഇതിപ്പം ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു രൂപമാണ്. അനന്തശയനമാണ് കാണുന്നത്. കണ്ടോ, വളരെ വലുപ്പത്തിൽ അനന്തശയനം. മുകളിൽ ഇങ്ങനെ ഇതിങ്ങനെ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നിങ്ങനെ ബ്രഹ്മാവ് വന്നിരിക്കുന്നത് കാണാം. ഈ കാണുന്നത് ഇതും ഏതോ ഇത് മഹാവിഷ്ണുവിൻ്റെ അവതാര ഭാഗങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ ശംഖാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ കാണുന്നത് ഇത് വരാഹാവതാരമാണ്. വരാഹാവതാരത്തിൻ്റെ വളരെ വലുപ്പത്തിലുള്ള ഒരു വിഗ്രഹമാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ ദശാവതാരങ്ങളുടെയും വിഗ്രഹങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് വരാഹാവതാരത്തിൻ്റെ ഒരു വിഗ്രഹമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, ഇതും വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ്. ശംഖുണ്ട്. ഇത് കണ്ടിട്ട് ഇതും വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ്. ശംഖുണ്ട്, അവിടെ ശംഖുണ്ട്, ചക്രമുണ്ട്. ഇത് ഈ നരസിംഹ അവതാരമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇതൊക്കെ എന്താണെന്ന്. നരസിംഹാവതാരം ഇത് ഈ ഹിരണ്യകശിപുവിനെ വധിക്കുന്ന രീതിയിലുള്ള ഇതാണോ എന്നറിയത്തില്ല. അതേന്ന് തോന്നുന്നു, യുദ്ധം ചെയ്യുന്ന രീതിയിലാണ്. ഇത് പരിച ഇതാണ് കാണുന്നത്. നരസിംഹാവതാരം തന്നെയാണ്. നമ്മളങ്ങനെ ഈ 2ാം നിലയിലെ കാഴ്ചകൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇവിടെ നമുക്കിത് കണ്ടോ, ആ ശിവലിംഗത്തിൻ്റെ നേരെ മുന്നിലായിട്ട് ഇതുപോലെ ഒരു നന്ദിയുടെ ഒരു വിഗ്രഹം കാണാം. ഈ നന്ദി ഒറ്റശിലയിൽ തീർത്താണ്. പക്ഷേങ്കിൽ ഇത് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ നന്ദി ഇവിടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലായിരിക്കും. ഇവിടെ ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. ബാക്കി നമ്മൾ വിഗ്രഹങ്ങളെല്ലാം കാണുന്നത് ഇവിടെ തന്നെ നിലനിന്നിരുന്ന സ്ട്രക്ചറാണ്. പക്ഷേങ്കിൽ ഇത് വേറെ ഇതിൻ്റെ അടിഭാഗം ഇതിനോട് യോജിച്ചല്ലിരിക്കുന്നത്. ഇത് വേറൊരു കല്ല് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതോ അല്ലെങ്കിൽ ഈ നന്ദിയുടെ വിഗ്രഹം എന്നാലും ഇവിടെ ഈ തറയിൽ ഉറച്ചിട്ടല്ല നിൽക്കുന്നത്. ഇത് കണ്ടോ, ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി മുഴുവൻ നേരത്തെ ഇതായിരുന്നു. ഇവിടെ മുഴുവൻ പാറയായിരുന്നു. ഈ പാറ മുഴുവൻ പോയിട്ടാണ് ഇങ്ങനെ ഇവിടെ ഈ ഹാള് പോലെ ആക്കി എടുത്തിരിക്കുന്നത്. കൊണ്ട് എത്ര തൂണുകളാണ്. ഈ തൂണിൻ്റെ ഇടഭാഗത്തുണ്ടായിരുന്ന പാറകളെല്ലാം നീക്കം ചെയ്തിട്ടാണ് ഇതിങ്ങനെ നിർമ്മിച്ചെടുത്തിരിക്കുന്ന, മുറി പോലെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ 15ാം നമ്പർ ഗുഹയായിട്ടുള്ള ദശാവതാര ഗുഹയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.